ഓണമായിട്ട് ചെറിയൊരു യാത്ര പോയാലോ? എവിടേക്കാന്നൊക്കെ പിന്നെ പറയാം കേട്ടോ. ഇപ്പോൾ പതുക്കെ നമുക്ക് വണ്ടി കയറി യാത്ര തുടങ്ങാം. അങ്ങനെ എല്ലാവരും കുത്തി നിറച്ച് വണ്ടിയിലും ഇതാ ബാക്കിൽ സ്കൂട്ടിയിൽ 2 പേരുണ്ട് കേട്ടോ. യാത്ര ആരംഭിച്ചു. നമ്മളിതാ ഏകദേശം പ്ലാഴി ഭാഗത്തെത്തി. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്ലാഴി പുഴ കണ്ടിട്ടുണ്ടോ? പ്ലാഴി പുഴ കാണാത്തവർ കണ്ടോളൂ. എന്താ വീണ്ടും ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ തോണിക്കടവ് പാലം, പള്ളി, ബാക്കിൽ നമ്മുടെ അമ്മുവിൻ്റെ അനിയനും സ്കൂട്ടിയിലുണ്ട് കേട്ടോ. അവരെ ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ അവർ ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അറിയില്ല. ഇതാ പാടം കണ്ടോ? യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പാട്ടായാലോ? അങ്ങനെ നമ്മൾ പോയി ഇതാ ആനവളം എത്തി. പാടൂർ ആനവളവ് എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ നെല്ലിയാമ്പതി എത്തി കേട്ടോ. ഇതാ നമ്മൾ അവിടുന്ന് ചെക്കിങ് ഒക്കെ കഴിഞ്ഞു യാത്ര തുടരുന്നു. ബാക്കിലതാ അവർ വരുന്നുണ്ട്. അങ്ങനെ ഇടയിലൊക്കെ വ്യൂ പോയിൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്നിട്ട് ഡാം കാണാം. പോത്തുണ്ടി ഡാമുണ്ട് താഴെ. അവിടെ പോത്തുണ്ടി ഡാമൊക്കെ കാണാം. ഞങ്ങൾ അവിടെ ഒന്നും നിന്നില്ല. നേരെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ ഇറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോണത്. പോണ വഴിയിലൊക്കെ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. നമ്മൾ ടൗണിലെ ഏത് റിസോർട്ടിലോ അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ ഒന്നും പോയാൽ കിട്ടാത്തൊരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ ഈ കാടും പ്രകൃതിയോട് അനുബന്ധിച്ച് നമ്മൾ കാണാൻ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. നമ്മൾ എത്ര ടൗണിൽ യാത്ര ചെയ്തിട്ടും പിന്നെ ഒരു കാര്യമില്ല. എന്താ പറയുക, ഒരു സൈലൻ്റായിട്ടുള്ളൊരു നല്ല രസമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ. എനിക്ക് നല്ല ഇഷ്ടമാണ്. വീണ്ടും നമ്മൾ യാത്രയിൽ തന്നെയാണ്, പോയോണ്ടേയിരിക്കുന്നു. അതാ വരുന്നു. കാറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണിത്. എല്ലാവരും കൂടി തിങ്ങി നിറഞ്ഞിട്ടിരിക്കുന്നത്. ചെറിയ ചെറിയ വാട്ടർഫോൾസൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നു. വെള്ളത്തിൽ കളിക്കുന്നൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ ഈ മലയൊക്കെ കാണാൻ. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാൻ വന്നില്ലെങ്കിൽ ഇതൊക്കെ വലിയൊരു നഷ്ടമല്ലേ. നമുക്ക് വലിയ ചിലവില്ലാതെ വന്ന് കണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലങ്ങളാണ്. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. റോഡ് ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിട്ട്. ഞങ്ങളിനി ഇവിടെ കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു കുരങ്ങൻ വന്നിരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി. വീഡിയോ എടുക്കണത് മൂപ്പർക്ക് അത്ര ഇഷ്ടമായില്ല തോന്നുന്നുണ്ട്. പോണു.
അവിടെ കുറച്ച് നേരം നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞാനിവിടെ നിന്നിട്ട് വീഡിയോ എടുക്കണുണ്ടപ്പോൾ മൂപ്പർക്ക് അത്ര പിടിച്ചില്ല. ഉണ്ടോ, നടന്നു പോയി, ഇതാ അവിടെ പോയിരിക്കുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. വീണ്ടും യാത്ര ആരംഭിച്ചതാ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ പറയണുണ്ട് അവിടുന്ന് ആനയുണ്ട് അവിടെ എന്ന്. ആന അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. നോക്കി നോക്കാം. താഴെയാണ് പറയണത് കേട്ട്. ഞങ്ങളിത് മേലേക്ക് വന്നിട്ടുണ്ട്. ആള് മുളയുടെ ഇലയാണ് കഴിക്കുന്നത് തോന്നുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് അകലെ നിന്നാണെങ്കിലും നമുക്ക് കാണാൻ പറ്റി. വീണ്ടും യാത്ര ആരംഭിച്ചു. ഞങ്ങളിത് ഫുഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. രണ്ടുപേരും വണ്ടി തുറക്കാൻ വന്നപ്പോൾ കണ്ടില്ലേ, അവർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നോക്കാനാണ്. അവസാനം കയ്യിലുണ്ടായിരുന്ന പഴമൊക്കെ എടുത്ത് നല്ല തീറ്റയാണ്. മറ്റാൾക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവന്മാർക്ക് മനസ്സിലായി ഇത് പറ്റിക്കുകയാണ്, കഴിക്കാനല്ല എന്ന്. ഞങ്ങളിതാ വീണ്ടും യാത്ര അവിടെ നിന്ന് തുടർന്നു. കാപ്പിത്തോട്ടമൊക്കെ കണ്ട് യാത്ര ആരംഭിച്ചു. ആ കാണുന്ന സ്പോട്ട് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. തിരിച്ച് വരുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റിൻ്റെ കയറാനുള്ള മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ നമ്മുടെ വണ്ടി നമ്പറൊക്കെ അവർ നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ കണ്ടൊരു വെള്ളച്ചാട്ടം. നല്ല രസമില്ലേ കാണാൻ. ഞങ്ങളിതാ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തി. നിറച്ച് തേയിലത്തോട്ടമൊക്കെയാണ്. അങ്ങോട്ടിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടായാലോ. നെല്ലിയാമ്പതി വന്നിട്ട് നെല്ലിയുടെ ചുവട്ടിൽ വന്നിട്ടുള്ള ഫോട്ടോ. ഇനി തിരിച്ചു പോവാട്ടോ. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനെന്താ ഇതിൽ നോക്കാത്ത വിചാരിച്ചിട്ട് അവനെ ചേർത്ത് പിടിച്ച് നിന്നിട്ട് ഇവിടെ നോക്കടാ. എന്താ എല്ലാവരും ഉണ്ട്. സ്വത്തുകുട്ടി കണ്ടില്ലേ ഓടുന്നത്. ഭയങ്കര സന്തോഷമായി. അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യാനോ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പു പറയണത് എന്താ അറിയോ, നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെന്നൊന്നും അറിയാത്ത പോലെ നടക്കാമെന്ന്. ഇനി ഓരോ കാപ്പിയൊക്കെ കുടിച്ച് സ്വത്തുകുട്ടിക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് പണിങ്ങി നിൽക്കുക. അത് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം കണ്ടില്ലേ. വീണ്ടും നമ്മൾ താഴത്തേക്കുള്ള യാത്ര ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് നമ്മുടെ മറ്റേ സ്പോട്ട് മറക്കണ്ട. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുന്ദരമായ കാഴ്ചകൾ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് നോ എൻട്രിയാണ്. ഇങ്ങോട്ടാണ് പാലക്കാട് നെന്മാറൊക്കെ ഉള്ളത്. റോഡ് കാണാൻ തന്നെ ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര ബ്ലോക്കായിരുന്നു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ സാഹചര്യം ഇരുന്നില്ല. ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കൊക്ക കൊക്ക തിരിച്ചിറങ്ങി വരുമ്പോൾ കണ്ടില്ലേ ആ വണ്ടി
കയറി വരുന്ന വണ്ടികളെയൊക്കെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. യാത്ര തുടങ്ങി. ടൈം ഓവർ അതിനുണ്ട്. ഇനി ഇവിടെ ഇല്ല. നമ്മൾ അവിടുത്തെ നമ്മുടെ മെയിൻ സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ നോക്കി വെച്ചാൽ ആ വെള്ളച്ചാട്ടം എന്ത് രസമല്ലേ ഈ തേയിലയുടെ തോട്ടം, അങ്ങനെ കുന്നു ചെരുവൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെയൊക്കെ യാത്ര പോകുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ഫുള്ള് ക്ലിയറായിട്ട് എന്തോ ഒരു വിചിത്ര ലോകത്തെത്തിയ മാതിരി. ആ സ്പോട്ടിലാണ് നമ്മളിനി പോകണം കേട്ടോ. അതിന് നമുക്ക് അപ്പുറത്ത് കൂടെ വഴിയുണ്ട്. ഇങ്ങനെ ചുറ്റി വന്ന വഴി തന്നെ ചുറ്റിയിട്ട് ഒന്ന് ഉള്ളിലേക്കുള്ള റോഡാണ്. എത്തി വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടപ്പോഴത്തേനും മഴ ഒക്കെ ചാറുന്നു. അപ്പം എല്ലാവരും പോകണോ വേണ്ടയോ നിൽക്കണോ എന്നുള്ളൊരു ചിന്തയിൽ അമ്മയും കുട്ടികളൊക്കെ കാപ്പിയുടെ ഇടയിൽ പോയിട്ടിരിക്കും, മഴ കൊള്ളാതിരിക്കും. ഇതൊക്കെയാണ് സ്വർഗം. വെള്ളത്തിനൊക്കെ എന്ത് തണുപ്പറിയാം, നല്ല തണുപ്പും. രസം. ചാറിപ്പോയി.